ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങൾ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം. ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കണം. അപ്പോൾ രാവിലെ നീട്ട് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതാണ്. കട്ടൻ ചായ ഇട്ട് കുടിക്കുക. ശ്രീലക്ഷ്മി കുടിക്കില്ല കേട്ടോ, ഞാനും കുടിക്കലില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് കുടിക്കും. പിന്നെ ഒന്ന് ഉപ്പുമാവാണ്, സൂചി ഗോതമ്പ്. അപ്പം അത് അടുപ്പത്തിരിക്കുന്നുണ്ട്. അത് വേവാൻ വേണ്ടി ഇരിക്കണം. അത് വെന്ത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ പോവാൻ. ശ്രീലക്ഷ്മിക്ക് സ്റ്റഡി ലീവാണ്, പരീക്ഷ തുടങ്ങാനായി. അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളൊന്നും സ്കൂളില്ല. ശ്രീലക്ഷ്മീനെ ഇപ്പോൾ ഞാൻ പണിക്ക് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകണം. അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പഠിക്കാനുള്ളൊരു ഇതില്ലല്ലോ. നമ്മൾ കടയിൽ തിരക്കുള്ളൊരു കടയാണ്, അവിടെ കൊണ്ടുപോയി ഇരുത്താനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ ഇപ്പോൾ ചെയ്യുക, നമ്മളൊക്കെ ഒരു വിധി ഇങ്ങനെ ആയിപ്പോയി. പഠിക്കാനാണെങ്കിൽ ഒരു ബുക്ക് എടുക്കാൻ പറഞ്ഞാൽ അതും കേൾക്കൂല. ബുക്ക് എടുത്താൽ തന്നെ ഇപ്പോൾ അവിടെ പോയി ഇരുന്ന് പഠിക്കാനുമുള്ള ഇതില്ലല്ലോ. പിന്നെ എവിടെയെങ്കിലും കുടുംബത്തിക്കോ കൂട്ടത്തിക്കോ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുടുംബങ്ങളും കൂട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും എവിടേക്കും നമുക്ക് ആക്കാനൊരു ഇതില്ല. കാരണം എല്ലാവരും ബുദ്ധിമുട്ടിലാണ് ജീവിക്കണം. അപ്പോൾ അവരൊക്കെ ബുദ്ധിമുട്ടിങ്ങാണ്ട് അവിടെ കൊണ്ടാക്കി ഒരു നേരമാണെങ്കിൽ ഒരു നേരം നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ട്. എനിക്കങ്ങനെ ഞാനങ്ങനെ ജീവിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ തോന്നി. എല്ലാവരും ഒരു നേരമാണെങ്കിലും 2 നേരമാണെങ്കിലും ഭക്ഷണം കൊടുത്ത് കുട്ടീനെ നോക്കുമ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും കാണും, പുറത്ത് പറയില്ല എന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് കുടുംബത്തിന് ആർക്കും വേണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോകും. എന്താ ഇപ്പോൾ ചെയ്യാം. അപ്പോൾ എല്ലാവരും ചോദിക്കും, കടയിൽ വരുന്നവരൊക്കെ ചോദിക്കുന്നത് എന്താ സ്കൂളില്ലേ, നമ്മളെന്തിനാ കൊണ്ടുവരണമെന്നൊക്കെ എല്ലാവരും ചോദിക്കും. അപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണെന്നുള്ളത്. അപ്പോൾ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കൂടെ കൊണ്ടുപോകും. എന്താ പറയുക, ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശനിയാഴ്ച എന്നോടൊരു മെഡിക്കൽ ഷോപ്പിൽ ഒരാൾ എന്നോട് ചോദിച്ചു, പെരിന്തൽമണ്ണല്ലേ, എന്താ കുട്ടീനെ നിങ്ങൾ പണിക്ക് കൊണ്ടുപോവുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, വീട്ടിൽ ആളില്ല, സ്കൂളുള്ള ദിവസം സ്കൂളിലേക്ക് പോകുക, സ്കൂളില്ലാത്ത ദിവസം ഞാൻ കൊണ്ടുപോകരാണ് എന്ന് പറഞ്ഞു. എന്നൊന്നുമില്ല, പക്ഷെ എന്നാലും ഇപ്പോൾ എന്തോ ഒരു ഇതായി. കാരണം നമുക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു മനംമടുപ്പ് പോലെയാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. എന്താ വെച്ചാൽ നമുക്ക് എവിടെയും ഇന്നത്തെ കാലമല്ലേ, സ്വന്തം വീട്ടുകാരെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് കൊണ്ടുപോകല്ലാതെ ഒരു നിവർത്തിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഉപ്പുമാവ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇളക്കി കൊടുക്കാൻ വേണ്ടി പോയതാട്ടോ, അടി പിടിക്കുമല്ലോ. അപ്പോൾ അത് ഇളക്കി കൊടുക്കാൻ വേണ്ടി പോയതാണ്. അത് വാങ്ങി വെച്ചിട്ട് വേണം കുളിക്കാൻ. 7 മണി കറക്റ്റിന് കുളിക്കാൻ കയറണം. ഇത്തിരി നേരം വൈകി, കുഴപ്പമില്ല. എന്നാലും ചുക്കുവെള്ളമൊക്കെ ഇന്നലെ രാത്രി ഞാൻ കിടക്കാൻ നേരത്താണ് തിളപ്പിച്ച് വെച്ചത്. കാരണം ചൂടായതുകൊണ്ട് ശ്രീലക്ഷ്മി ചൂടുള്ള വെള്ളമായാൽ കുടിക്കില്ല. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ തിളപ്പിച്ച് വെച്ച്. ഞങ്ങൾ മരുന്നിട്ട വെള്ളം മാത്രമേ കുടിക്കലുള്ളൂ. ഞങ്ങൾ പുറത്തുനിന്ന് അവിടുന്ന് ഇവിടുന്നൊന്നും കൊടുന്ന വെള്ളം അങ്ങനെ അധികം കുടിക്കലില്ല. അങ്ങനെ തണുപ്പ് പറ്റൂല. എനിക്കിപ്പോഴും ചെറുതായിട്ട് മാറാനുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ സൂപ്പറിനെ വിളിച്ചു വരും. ഞങ്ങളെ വീട്ടിൽ ഫ്രിഡ്ജില്ല, ഫ്രിഡ്ജ് വാങ്ങാൻ കഴിയാനിട്ടല്ല, പക്ഷേ തണുപ്പ് പറ്റൂല, ആർക്കും പറ്റൂല. ഞങ്ങൾ അഥവേ കൊണ്ടുവന്നാൽ തന്നെ അത് ചൂടാക്കിയിട്ട് വെച്ച സാധനമാണെങ്കിൽ തന്നെ ചൂടാക്കിയാൽ വിരളുള്ളൂ ഞങ്ങൾ കഴിക്കുന്നത്. പിന്നെ എന്താ പറയുക, വെള്ളം ജ്യൂസ് അങ്ങനത്തെ ഒന്നും കുടിക്കാൻ അധികം ഒഴിവാക്കുകയാണ് ഞാൻ. ഈ മഞ്ഞപ്പിത്തം എലിപ്പനി വന്ന് ഞാൻ പച്ചമരുന്നൊക്കെ കുടിച്ചത് കൊണ്ട് ആ പച്ചമരുന്നിന് ഇത് എഫക്റ്റ് ചെയ്യും. ഇങ്ങനെ കളറുള്ള വെള്ളങ്ങളൊക്കെ കുടിച്ചപ്പോൾ ഒരു 5-6 വർഷത്തിന് അതൊന്നും കുടിക്കരുതെന്ന് പറഞ്ഞാണ്. അതുവരെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പോയി. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും കുടിക്കുന്ന അതിൻ്റേതായ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ നീട്ടിയിരിക്കുകയാണ്, പല്ല് തേക്കാൻ പോയിട്ടില്ല. എനിക്ക് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നും വേണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. ചീത്ത പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്, പറഞ്ഞിട്ടില്ലെങ്കിലും ഇടങ്ങാറാണ്. അപ്പോൾ
രാവിലത്തെ കുറച്ച് നേരം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തു. അപ്പോൾ താങ്ക് യു.